നമസ്തേ. കൊല്ലവർഷം 1200-ാം ആണ്ട് ഇടവമാസം 4-ാം തീയതി, അതായത് ശരിയായ ക്രിസ്തുവർഷം 2024 മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച ദിവസവും തിരുവോണം നക്ഷത്രവും ഷഷ്ടിത്തിഥിയും പശുക്കരണവും ശുഭ്രനാമ നിത്യയോഗവും ഒത്തുചേർന്ന ദിവസം രാത്രി 7:35 മീനം രാശിയിൽ നിന്നും രാഹു കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നു. ഈ സമയം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിൽപ്പെട്ട ചില നക്ഷത്രക്കാർക്ക് ഈ മാറ്റം വളരെ വലിയ രീതിയിലുള്ള അനുകൂലം നൽകുന്നു. അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാൽ, മേടക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ മാറ്റം എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രാഹുകേതുക്കൾ തമോഗ്രഹങ്ങളാണ്. ഇവർക്ക് സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും നീചക്ഷേത്രവും ഇല്ല. മറ്റു ഗ്രഹങ്ങൾ നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇവർ നേർഗതിയിലും വക്രഗതിയിലും സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാകുന്നു. മേടം രാശിയിൽ ഉൾപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 1.5 വർഷം വളരെ കഷ്ടപ്പാടുകളും പ്രയാസവും രോഗവും ദുഃഖവും ഇവരെ വല്ലാതെ അലച്ചയൊരു വർഷമാണ്. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഈ രാഹുകേതുക്കളുടെ മാറ്റത്തോടുകൂടി വളരെ ഗുണഫലങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ പല സാധനങ്ങളും തിരികെ ലഭിക്കുകയും ജ്യേഷ്ഠന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പല വിധേനയുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പല സംരംഭങ്ങളും പുനരാരംഭിക്കുവാൻ കഴിയുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അഭിവൃദ്ധിയും പുതിയ വിദ്യ അഭ്യസിക്കുന്നതിനും കാലം അനുകൂലമാണ്. സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനങ്ങൾ പിറക്കുവാനും സന്താനങ്ങളിൽ നിന്നും പല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും കാലം വളരെ ഉത്തമമാകുന്നു. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും പഴയ ഗൃഹങ്ങൾ പുതുക്കിപ്പണിയുവാനും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തിരിച്ച് നാട്ടിലെത്തുവാനും ബന്ധുക്കളിൽ നിന്നും പല സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അമ്മാവന്മാരിൽ നിന്നും പല വിധേനയുള്ള അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും കഠിനമായ രോഗാവസ്ഥകൾ നേരിട്ടിരുന്നവർക്ക് രോഗം ശമിക്കുന്നതിനും കാലം അനുകൂലമാകുന്നു. തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലിൽ മാറ്റത്തിനു കാലം അനുകൂലമാകുന്നു. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും വളരെ ഉത്തമമാകുന്നു.